ഈ ഹമാസ് ആരാധകരെ വേദനിപ്പിക്കുന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. കാരണം കാശ്മീരിൽ ഉണ്ടായ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് ഹമാസിന്റെ പങ്ക് വളരെ രീതിയിൽ പുറത്തു വരുന്നുണ്ട്. കാരണം നമുക്കറിയാം, ഈ കഴിഞ്ഞ 2-3 മാസം മുൻപ് നിരന്തര ഹമാസ് നേതാക്കൾ പാകിസ്ഥാൻ സന്ദർശിക്കുകയും അവിടെ ഈ ഭീകരവാദ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയതെല്ലാം വന്നിരുന്നു. ഇപ്പോൾ അതിലൊരു സ്ഥിരീകരണം ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് അതിന് പിന്നാലെയാണ് ഈ ആക്രമണം ഉണ്ടായത്. അങ്ങനെ ഹമാസ് ഇന്ത്യയിലെ ജനങ്ങളെ ചതിച്ചിരിക്കുകയാണോ? അല്ല, ഹമാസ് ഇന്ത്യയിലെ ജനങ്ങളെ ചതിച്ചിരിക്കുകയാണെന്ന് വെച്ചാൽ അവരുണ്ടായത് തന്നെ ചതിക്കാനാണ്. അപ്പം അതുകൊണ്ട് അവരിൽ നിന്ന് നമ്മൾ കൂടുതലൊന്നും പ്രതീക്ഷിക്കേണ്ട. ഇപ്പോൾ ശ്രീജിത്ത് പറഞ്ഞതുപോലെ ഹമാസിൻ്റെ ആൾക്കാർ മുമ്പ് പാകിസ്ഥാനിൽ സന്ദർശനം നടത്തുകയും പാകിസ്ഥാനിലെ പല ആൾക്കാരുമായിട്ട്, സൈനിക നേതാക്കളുമായിട്ട്, മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥരുമായിട്ടും അവിടുത്തെ ഈ ഭീകരവാദ സംഘടനകളുടെ നേതാക്കളുമായിട്ടും ഒക്കെ അവർ സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ അവർ ആദ്യമായിട്ടാണ് പാക് ഒക്യുപ്പൈഡ് കാശ്മീരിൽ വരുന്നത്. അത് ഇക്കഴിഞ്ഞ ഫെബ്രുവരി 5-ാം തീയതി സോളിഡാരിറ്റി ഫോർ കാശ്മീർ എന്ന് പറഞ്ഞ് ഒരു പരിപാടി സംഘടിപ്പിച്ചു ലഷ്കർ ഇ തോയ്ബയുടെ, ജെയ്ഷെ മുഹമ്മദിൻ്റെയും നേതൃത്വത്തിൽ. നമുക്കറിയാം, ഈ ഹിസ്ബുൾ മുജാഹിദീൻ, ഹർക്കത്തുൽ അൻസർ എന്നൊക്കെ പറയുന്ന ചില സംഘടനകൾ കാശ്മീരിൽ പ്രവർത്തിച്ചിരുന്നത് നമുക്കറിയാം. അതെല്ലാം പിന്നീട് രൂപം മാറി ഈ ഹർക്കത്തുൽ എന്ന് പറയുന്ന സംഘടനയിൽ പ്രവർത്തിച്ചിരുന്ന ആളാണ് മസൂദ് അസർ. അയാളാണ് പിന്നീട് ലഷ്കർ ഇ തോയ്ബയുടെ സ്ഥാപനത്തിലേക്ക് ചെല്ലുന്നത്. ആ ലഷ്കർ ഇ തോയ്ബ എന്ന സംഘടന സ്ഥാപിക്കാനുള്ള മുൻകൈ എടുക്കുന്നത് ഈ മസൂദ് അസറാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ആൾക്കാരുമായിട്ട് ബന്ധപ്പെട്ട് പാക് ഒക്യുപ്പൈഡ് കാശ്മീരിൽ ആദ്യമായിട്ട് സോളിഡാരിറ്റി ഫോർ കാശ്മീർ എന്ന് പറഞ്ഞൊരു പരിപാടിയിൽ അവർ പങ്കെടുത്തു ഹമാസ്. അന്ന് തന്നെ ഇത് ചർച്ചയായതാണ്. ഫെബ്രുവരി 6-ാം തീയതിയും 7-ാം തീയതിയും ഒക്കെ നമ്മുടെ മാധ്യമങ്ങൾ, പ്രത്യേകിച്ചും കേരളത്തിലെ മാധ്യമങ്ങളൊന്നും ഇത് വലിയതായിട്ട് ചർച്ച ചെയ്തില്ല. പക്ഷെ വലുതായിട്ടെന്നല്ല, ചർച്ചയേ ചെയ്തില്ല. അതേസമയം ദേശീയ മാധ്യമങ്ങൾ അത് വലിയ വാർത്തയാക്കിയിരുന്നു. നമ്മുടെ മുഖ്യധാര ദേശീയ മാധ്യമങ്ങളെല്ലാം തന്നെ, ദേശീയ ദിനപത്രങ്ങളെല്ലാം തന്നെ ഈ വാർത്ത വലിയ രീതിയിൽ റിപ്പോർട്ട് ചെയ്യുകയും അതിനെക്കുറിച്ച് ചർച്ചകൾ സംഘടിപ്പിക്കുകയും ചെയ്തിരുന്നു. ഇത് ഇന്ത്യക്ക് ദോഷം ചെയ്യും. കാരണം നമ്മൾ ഇന്നലെ പല ട്രോൾ ഗ്രൂപ്പുകളിലും വന്നതാണ്. പാകിസ്ഥാനിലെ നീക്കങ്ങൾ അറിയണമെങ്കിൽ ഇന്ത്യയിലെ ദേശീയ മാധ്യമം നോക്കിയിട്ട് കാര്യമില്ല, കേരളത്തിലെ മാധ്യമം നോക്കിയാൽ പാകിസ്ഥാന്റെ എല്ലാ മൂവ്മെന്റും അറിയാൻ കഴിയും. പാകിസ്ഥാൻ അനുകൂലമായ എല്ലാ, കാരണം നമ്മൾ അങ്ങനെയാണ് ഇപ്പോഴും നമ്മൾ ശീലിച്ചിരിക്കുന്നത്, നമ്മൾ പഠിച്ചിരിക്കുന്നതാണ്. മറ്റൊരു കേരളത്തിൽ തന്നെ ഞെട്ടിച്ചത് ഒരു മാധ്യമ പ്രവർത്തകരുടെ ഒരു ചോദ്യമായിരുന്നു അല്ലേ? കാരണം നമ്മുടെ 28 പേർ മരണപ്പെട്ടപ്പോൾ ഒരു തിരിച്ചടിയായി സിന്ധു നദി കരാറിൽ നിന്ന് പിന്മാറിയപ്പോൾ അവർ വേദനിക്കുകയാണ്. അവിടുത്തെ പട്ടിണി പാവങ്ങൾ, കർഷകരുമെല്ലാം മരിച്ചു വീഴില്ലേ? ഇവിടെ എന്താണ് മരിച്ചു വീഴുന്നത്? ഈ കൊല്ലപ്പെട്ട 28 പേർക്ക് മനുഷ്യാവകാശമില്ല, അവർക്ക് നീതിയില്ല, അവർക്ക് ന്യായമില്ല, അവർക്ക് ജീവിക്കാനുള്ള അവകാശമില്ല, അവർ കൊല്ലപ്പെടേണ്ടവരാണ് എന്ന സന്ദേശമാണ് ആ മാധ്യമ പ്രവർത്തക തന്റെ ആ ഒരു ഒറ്റ വരിയിലൂടെ ലോകത്തിന് നൽകുന്നത്. നാളെ പറയല്ലേ, ഭീകരവാദികളോട് മോശമായി പെരുമാറിയവർക്കെതിരെ ഭീകരവാദികൾ തിരിച്ചടിച്ചു, അങ്ങനെയാണ് കൊല്ലപ്പെട്ടത്. നിങ്ങൾക്ക് മര്യാദയ്ക്ക് ഭീകരവാദികളോട് പെരുമാറാമായിരുന്നു. ഇതൊക്കെ ഇത്തരം നരേറ്റീവ്സുകളെല്ലാം കേരളത്തിൽ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. അത് അവസാനം കേരളം മറ്റൊരു കാശ്മീരായി കഴിഞ്ഞു. തോക്ക് കയ്യിലില്ല എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ കണ്ടതാണല്ലോ, ഈ കരിപ്പൂർ വിമാനത്താവളത്തിന്റെ മുമ്പിൽ പ്രതിഷേധിക്കാൻ പോയവരുടെ കയ്യിൽ മുസ്ലിം ബ്രദർഹുഡിന്റെയും ഹമാസിന്റെയും ഒക്കെ നേതാക്കളുടെ ചിത്രങ്ങളാണ്. ഇസ്രായേലിന്റെ കൈകൊണ്ട് കൊല്ലപ്പെട്ട ആൾക്കാരെ, ആ ഭീകരന്മാരെ വലിയ രക്തസാക്ഷി പരിവേഷം കൊടുത്തുകൊണ്ട് അവർക്ക് വലിയ ആനപ്പുറത്ത് വരെ അവരുടെ ചിത്രങ്ങൾ പതിച്ച തിടമ്പ് കയറ്റിയത് നമ്മൾ കണ്ടു കേരളത്തിൽ. അപ്പോൾ അതുകൊണ്ട് കേരളവും കാശ്മീരും തമ്മിൽ വലിയ ദൂരമൊന്നുമില്ല, വളരെ അടുത്ത് തന്നെയാണ് നിൽക്കുന്നത്. എന്തായാലും നമുക്ക് തിരിച്ചു വരാം. പാക് ഒക്യുപ്പൈഡ് കാശ്മീരിൽ നടന്ന ആ പരിപാടി, വലിയ ബൈക്ക് റാലി ഉണ്ടായിരുന്നു. അന്ന് അവിടെ വലിയൊരു പൊതുസമ്മേളനം ഉണ്ടായിരുന്നു. വലിയ തോതിൽ ഈ ലഷ്കർ ഇ തോയ്ബയുടെയും ജെയ്ഷെ മുഹമ്മദിൻ്റെയൊക്കെ നേതാക്കൾ, കമാൻഡർമാർ അതിൽ പങ്കെടുത്തു. അവർ ആകാശത്തേക്ക് നിറയൊഴിച്ചുകൊണ്ട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. എന്ന് മാത്രമല്ല, ഈ ഹമാസിൻ്റെ ആൾക്കാർക്ക് വലിയ സ്വീകരണമാണ് അവിടെ കൊടുത്തത്. എന്ന് മാത്രമല്ല, ഈ ഹമാസിൻ്റെ ആൾക്കാർ ആദ്യമായിട്ട് ഇന്ത്യക്കെതിരെ ഒരു തുറന്ന യുദ്ധപ്രഖ്യാപനം നടത്തുന്നത് പോലെ പ്രസംഗിച്ചു അവിടെ. അവർ വളരെ കൃത്യമായിട്ട് കാശ്മീരിനെ മോചിപ്പിച്ചെടുക്കണം, അത് പാകിസ്ഥാൻ്റെ കൂടെ ചേർക്കണം എന്നൊക്കെയുള്ള അർത്ഥം വരുന്ന രീതിയിലാണ് അവർ അന്ന് പെരുമാറിയതും പറഞ്ഞതും. അപ്പോൾ ഇതൊക്കെ അന്ന് തന്നെ വലിയ ചർച്ചയായതാണ്. ഈ സോളിഡാരിറ്റി ഫോർ കാശ്മീർ എന്ന പരിപാടി ഇതിനു മുമ്പും നടന്നിട്ടുണ്ട്. പക്ഷേ അന്നൊന്നും ഈ പാകിസ്ഥാൻ വരെ എത്തുന്ന ഹമാസ് ഭീകരർ ഒരിക്കലും, അല്ലെങ്കിൽ ഭീകര നേതാക്കൾ ഒരിക്കലും പാക് ഒക്യുപ്പൈഡ് കാശ്മീരിലേക്ക് കടന്നു കയറിയിട്ടില്ല.
ഇനിയിപ്പോൾ അവർ അടുത്തതൊരു പക്ഷേ കാശ്മീരിൽ വന്ന് അവരൊരു സമ്മേളനം നടത്തുമോ എന്ന് പോലും നമ്മൾ ഭയക്കണം. അങ്ങനത്തെ ഒരു അവസ്ഥയുണ്ട് അതിനകത്ത്. ഇത് വളരെ കൃത്യമായിട്ട് അന്ന് നമ്മുടെ ഈ രഹസ്യാന്വേഷണ സംഘടനകളടക്കം ഇക്കാര്യമൊക്കെ റിപ്പോർട്ട് ചെയ്തു. പക്ഷേ ഇത്ര പെട്ടെന്നൊരു ഭീകരാക്രമണം അതിൻ്റെ ചുവട് പിടിച്ചുണ്ടാകും എന്ന് നമ്മൾ കരുതാൻ, അങ്ങനെ പ്രതീക്ഷിക്കാൻ, അല്ലെങ്കിൽ അങ്ങനെ ഒരു മുന്നറിയിപ്പ് നമുക്ക് ഉണ്ടായില്ല, അല്ലെങ്കിൽ അങ്ങനൊരു ഉൾവിളി നമുക്കുണ്ടായില്ല എന്നുള്ളതാണ് സത്യം. എന്തായാലും അവർ വളരെ കൃത്യമായിട്ട് അതിർത്തിയിൽ, ഇന്ത്യ പാക് അതിർത്തിയിൽ എന്തെങ്കിലും ചെയ്യുന്നതിന് പകരം കുറേ കൂടെ ഉള്ളിലേക്ക് കടന്നു കയറി വളരെ കൃത്യമായിട്ട് ഇതുപോലൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിൽ, അതായത് ഈ പഹൽഗാം പോലെയുള്ള ഒരു പ്രദേശത്ത് അവരത് നടപ്പാക്കി എന്നുള്ളതാണ് നമ്മൾ അതിനകത്ത് കാണേണ്ട ഏറ്റവും ദാരുണമായ ഒരു കാഴ്ച. ആ സംഭവം തീർച്ചയായിട്ടും ഒരു രാജ്യാന്തര തലത്തിൽ നിന്ന്, ഇന്റർനാഷണൽ തലത്തിൽ നിന്ന് പിന്തുണ കിട്ടാതെ പാകിസ്ഥാൻ അത് ചെയ്യില്ല. അപ്പോൾ ഇന്ത്യ ഇതുമായി ബന്ധപ്പെട്ട് ഹമാസ് തീവ്രവാദികൾക്കെതിരെ കൃത്യമായി നടപടിയെടുക്കാനുള്ള നടപടിയെടുക്കണം. ഹമാസിനെ നിരോധിക്കണം. അമേരിക്ക നിരോധിച്ചിരിക്കുന്നു, ഇസ്രായേൽ നിരോധിച്ചിരിക്കുന്നു. ആ നിരോധനത്തിൽ ഇന്ത്യയും പങ്കുചേരണം എന്നു മാത്രമല്ല, ഹമാസിനെ കൃത്യമായി വേട്ടയാടണം, അവരെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണം. ഒരു കാരണവശാലും അവരോട് ഒരു സിമ്പതിയും ഒരു മനുഷ്യത്വം കാണിക്കരുത്. അവർ കുറ്റവാളികളാണ്, കൊടും ഭീകരന്മാരാണ്. ഈ കൊല്ലപ്പെട്ട 28 പേർക്ക് ജീവിക്കാനുള്ള അവകാശമില്ലേ? അവർക്ക് നീതിയില്ലേ? അവർക്ക് ന്യായമില്ലേ? അവർക്ക് കുടുംബമില്ലേ? അവരിനി എത്ര കാലം ഈ ഭൂമിയിൽ ജീവിക്കേണ്ടവരായിരുന്നു? അപ്പോൾ അതിനെ നിഷ്കരണം തല്ലിക്കെടുത്തിയ ഏത് സംഘടനയാണെങ്കിലും ശരി, അവർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കണം ഇന്ത്യ ഗവൺമെൻറ്. അക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും പാടില്ല. ഹമാസ് എങ്കിൽ ഹമാസ്, ഇസ്രയേലിന് എല്ലാ പിന്തുണയും കൊടുക്കണം. ഇപ്പോൾ നമ്മൾ കാണേണ്ട ഒരു കാഴ്ച ഇതിനകത്ത്, ഈ ഭീകരാക്രമണം നടന്ന ഉടനെ അതിൽ വലിയ പ്രതിഷേധവും ഒക്കെ ലോകരാജ്യങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായി. പക്ഷേ ഇസ്രയേലാണ് നമ്മളോട് ഏറ്റവും അടുത്ത് നിന്നത്. ഇസ്രയേൽ പറഞ്ഞു, തിരിച്ചടിക്ക് എല്ലാ സഹായവും ഞങ്ങൾ ചെയ്യും. ഇന്ത്യയെ തൊടുന്നത് പോലെയാണ്. ആ സാന്നിധ്യം ഇസ്രയേൽ അവിടെ സ്ഥിരീകരിച്ചിട്ടുണ്ടല്ലോ. അവർ സ്ഥിരീകരിച്ചു. അതെ, മൊസാദ് ഉൾപ്പെടെ ഉള്ളവർ ഈ പാക് ഒക്യുപ്പൈഡ് കാശ്മീരിൽ നടന്ന ആ ഒരു സോളിഡാരിറ്റി ഫോർ കാശ്മീർ എന്ന പരിപാടിയോടനുബന്ധിച്ച് തന്നെ ഇത് ഇസ്രയേൽ പറയുന്നത് തന്നെ ഒരു ഒക്ടോബർ 7-ാം തീയതി ഇസ്രയേൽ കണ്ട അതേ മോഡൽ ആക്രമണമാണ്. അത് ഹമാസിന്റെ ശൈലിയാണ്. അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം, ഇസ്രയേൽ അന്നേ മുന്നറിയിപ്പ് നൽകിയിരുന്നതാണ്, അപകടമാണ്, സൂക്ഷിക്കണം എന്ന്. എന്തായാലും നമ്മൾ ഇത്രയും ഉള്ളിൽ ഇങ്ങനെ ഒരു കാര്യം നടക്കും എന്ന് വിചാരിച്ചില്ല. മാത്രമല്ല അവിടെ ഒക്ടോബർ 7-ന് സമാനമായ രീതിയിൽ തന്നെ ടൂറിസ്റ്റുകളെ തട്ടിക്കൊണ്ടു പോയില്ല എന്ന് മാത്രമേ ഉള്ളൂ. ആക്രമിച്ചു, പുരുഷന്മാരെ നിരനിരയായിട്ട് മാറ്റി നിർത്തിയിട്ട് വെടിവെച്ചു കൊന്നു. പിന്നെ അവരുടെ മതം നോക്കി കലിമ ചൊല്ലാൻ പറഞ്ഞു, എന്നിട്ട് വസ്ത്രമഴിച്ച് പരിശോധിച്ച് അവരെ വെടിവെച്ചു കൊന്നു. സ്ത്രീകളെ തട്ടിക്കൊണ്ടുപോയില്ല, അവരെ റേപ്പ് ചെയ്തില്ല. അതിന്റെ ഒരു ഭൂപ്രകൃതിയല്ല അവിടെ, അതുകൊണ്ടാണ് അവിടെ നിന്ന് പെട്ടെന്ന് ആൾക്കാരെ അങ്ങനെ തട്ടിക്കൊണ്ടു പോകാൻ സാധിക്കില്ല അവർക്ക്. മാത്രമല്ല, ഈ തദ്ദേശീയരായ ആൾക്കാർ എങ്ങനെയൊക്കെ അതിനെ കൈകാര്യം ചെയ്യും, എതിർക്കും എന്ന് ഇവർക്ക് അറിയില്ല. എന്തായാലും ഈ പറഞ്ഞതുപോലെ വളരെ കൃത്യമായിട്ട് എങ്ങനെയാണോ ഹമാസ് ഇസ്രയേലിനോട് ആ 2023 ഒക്ടോബർ 7-ന് പെരുമാറിയത്, പ്രവർത്തിച്ചത്, സമാനമായ രീതിയിലാണ് ഇവിടെ ഇപ്പോൾ പഹൽഗാമിൽ ഈ ലഷ്കർ-ഇ തോയ്ബയുടെ പരിശീലനം കിട്ടിയ പാക് ഭീകരന്മാർ ഈ ഇന്ത്യയിലെ വിനോദസഞ്ചാരികളോട് പെരുമാറിയത് എന്ന് വ്യക്തമാണ്. എന്തായാലും നമുക്ക് ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ഇക്കാര്യത്തിൽ പാടില്ല എന്ന നിലപാട് ഇന്ത്യ ഗവൺമെൻറ് സ്വീകരിക്കണം. ഒരു കാരണവശാലും ഹമാസിനോടൊരു മെല്ലെപ്പോക്ക് പാടില്ല. ഹമാസിനെ എത്രയും പെട്ടെന്ന് നിരോധിക്കാൻ അമേരിക്കയ്ക്കും ഇസ്രായേലിനും ഒപ്പം ചേർന്നുകൊണ്ട് ഇന്ത്യയും തയ്യാറാകണം എന്ന് മാത്രമല്ല, ഈ കൊടും ഭീകരന്മാരെ, മനുഷ്യത്വം തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത ഈ നീചന്മാരെ എത്രയും വേഗം നിയമത്തിൻ്റെ മുന്നിലെത്തിച്ച് കൃത്യമായ ശിക്ഷ അവർക്ക് കൊടുക്കണം എന്നുള്ളതാണ് പൊതുവെ ഉയരുന്ന ആവശ്യം.